അസ്സലാമലൈക്കും. ഇന്നെങ്ങനെ നമുക്ക് പുളിയൊഴിച്ച് മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം എണ്ണ ഒഴിക്കുക, ഉലുവ ഇടുക, ഉലുവ കൂട്ടിയ ശേഷം സവോള വഴറ്റുക, തക്കാളി ഇടുക, തക്കാളി ഇട്ട ശേഷം പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയ ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് നന്നായി ഇളക്കുക ഇട്ടിട്ട് അതിന് ശേഷം ഇത് എണ്ണയിൽ നന്നായി വഴന്നിട്ട് വരണം. എണ്ണയിൽ ഈ മുളക് പൊടിയും ഒക്കെ നല്ല മൂത്ത മണം വരും. ഒരുപാട് കരിയാൻ പാടില്ല. ഇത് അങ്ങനെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് പുളി ഒഴിക്കുക. വേണ്ടപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കുതിർന്ന ശേഷം അത് ഒഴിക്കുക. അതിന് ശേഷം നന്നായി ഇളക്കി യോജിക്കുക. പുളിയും എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് തേങ്ങ കൂട്ടാനുള്ള അതിന് ശേഷം തേങ്ങയിൽ കുറച്ച് പെരുംജീരകം ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. അതിനിത് തിളച്ച് നല്ല തിളക്കട്ടെ. അതിൽ കൂടെ കുട്ടികളുടെ കളിയും പേരക്കുട്ടികളും, താത്താൻ്റെ പേരക്കുട്ടികളുണ്ട്, എൻ്റെ പേരക്കുട്ടികളുണ്ട്. തേങ്ങ മിക്സിയിലിട്ടിട്ടുണ്ട്. ഞാൻ ചിരവ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുകയും പൂണ്ടിട്ട് മുറിച്ചെടുക്കും. എന്നിട്ട് അരക്കും. തേങ്ങ അരച്ചിട്ടുണ്ട്. ഇനി അത് അതിലൊഴിച്ചിട്ട് നല്ല തിള വരട്ടെ. ഇതിൽ കൂടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ടൊക്കെ പുഴുങ്ങിയത് തൊലിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്തിട്ട് അതിലേക്ക് ഇടാം, കറിയിൽക്കിടാം. തിളച്ചിട്ടുണ്ട്. തിളക്കണോടുകൂടി തന്നെ ഇത് ഇട്ടുകയാണ്. ഇതിൽ നല്ല മസാല പിടിച്ച് നല്ല ടേസ്റ്റാണ് തോന്നുന്നത്. സാധാരണ നമ്മൾ നാഷ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ല, ഇത് ചോറിനൊക്കെ കഴിക്കാൻ പറ്റില്ല. നാഷ്ടക്കൊക്കെ നമ്മൾ തേങ്ങയിൽ പെരിഞ്ചീരവും പട്ടയും ഗ്രാമ്പും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടില്ല. ഇത് വെറുതെ മീൻ കറി വെക്കണ പോലെയാണ്, പുളി ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. ഇതോടുകൂടി കഴിഞ്ഞ്. അസ്സലാമലൈക്കും. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമലൈക്കും. ഇന്നെങ്ങനെ നമുക്ക് പുളിയൊഴിച്ച് മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം എണ്ണ ഒഴിക്കുക, ഉലുവ ഇടുക, ഉലുവ കൂട്ടിയ ശേഷം സവോള വഴറ്റുക, തക്കാളി ഇടുക, തക്കാളി ഇട്ട ശേഷം പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയ ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് നന്നായി ഇളക്കുക ഇട്ടിട്ട് അതിന് ശേഷം ഇത് എണ്ണയിൽ നന്നായി വഴന്നിട്ട് വരണം. എണ്ണയിൽ ഈ മുളക് പൊടിയും ഒക്കെ നല്ല മൂത്ത മണം വരും. ഒരുപാട് കരിയാൻ പാടില്ല. ഇത് അങ്ങനെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് പുളി ഒഴിക്കുക. വേണ്ടപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കുതിർന്ന ശേഷം അത് ഒഴിക്കുക. അതിന് ശേഷം നന്നായി ഇളക്കി യോജിക്കുക. പുളിയും എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് തേങ്ങ കൂട്ടാനുള്ള അതിന് ശേഷം തേങ്ങയിൽ കുറച്ച് പെരുംജീരകം ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. അതിനിത് തിളച്ച് നല്ല തിളക്കട്ടെ. അതിൽ കൂടെ കുട്ടികളുടെ കളിയും പേരക്കുട്ടികളും, താത്താൻ്റെ പേരക്കുട്ടികളുണ്ട്, എൻ്റെ പേരക്കുട്ടികളുണ്ട്. തേങ്ങ മിക്സിയിലിട്ടിട്ടുണ്ട്. ഞാൻ ചിരവ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുകയും പൂണ്ടിട്ട് മുറിച്ചെടുക്കും. എന്നിട്ട് അരക്കും. തേങ്ങ അരച്ചിട്ടുണ്ട്. ഇനി അത് അതിലൊഴിച്ചിട്ട് നല്ല തിള വരട്ടെ. ഇതിൽ കൂടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ടൊക്കെ പുഴുങ്ങിയത് തൊലിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്തിട്ട് അതിലേക്ക് ഇടാം, കറിയിൽക്കിടാം. തിളച്ചിട്ടുണ്ട്. തിളക്കണോടുകൂടി തന്നെ ഇത് ഇട്ടുകയാണ്. ഇതിൽ നല്ല മസാല പിടിച്ച് നല്ല ടേസ്റ്റാണ് തോന്നുന്നത്. സാധാരണ നമ്മൾ നാഷ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ല, ഇത് ചോറിനൊക്കെ കഴിക്കാൻ പറ്റില്ല. നാഷ്ടക്കൊക്കെ നമ്മൾ തേങ്ങയിൽ പെരിഞ്ചീരവും പട്ടയും ഗ്രാമ്പും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടില്ല. ഇത് വെറുതെ മീൻ കറി വെക്കണ പോലെയാണ്, പുളി ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. ഇതോടുകൂടി കഴിഞ്ഞ്. അസ്സലാമലൈക്കും. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.